പ്ലസ് വൺ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു പോർഷനിൽ ഒന്നാണ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ്. ഓർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിൽ നിങ്ങളുടെ കെമിസ്ട്രി സെക്കൻഡ് പാർട്ട് മുഴുവനും ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്ലസ് വണ്ണിൽ പറയുന്നത്. അതുകൊണ്ട് പ്ലസ് വണ്ണിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ചില വിദ്യാർത്ഥികൾ എനിക്ക് ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, സാറേ പ്ലസ് വൺ ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ എന്താണ് സെലക്റ്റീവായിട്ട് പഠിക്കേണ്ടത്? വളരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്. പ്ലസ് വൺ ഓർഗാനിക് കെമിസ്ട്രിയിൽ സെലക്ട് ചെയ്യാനില്ല. പ്ലസ് വൺ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അത് പ്ലസ് ടുവിൽ പഠിക്കാനുള്ള ഒരു 6-7 ചാപ്റ്ററുകളുടെ ബേസിക് നോളജാണ്. അതുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾ ഒഴിവാക്കാൻ നിൽക്കരുത്. നമുക്ക് ഈ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടുകാരിൽപ്പെട്ട ഈ ടോപ്പിക് ആവശ്യമുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പറയാൻ പോകുന്ന ടോപ്പിക് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ആണ്. റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് നമുക്കറിയാം, 3 റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ആണ് പ്ലസ് വണ്ണിൽ പഠിക്കാൻ. ഒന്ന് കാർബോകാറ്റയോൺ, മറ്റൊന്ന് കാർബാനിയോൺ, മറ്റൊന്ന് കാർബൺ ഫ്രീ റാഡിക്കൽ. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാർബീൻ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഏതായാലും പ്ലസ് വണ്ണിന്റെ എക്സാം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ ക്ലാസ് പ്ലസ് വൺ ഓറിയന്റഡ് ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ടോപ്പിക്കുകളുണ്ട്. അതെല്ലാം വീഡിയോ എടുക്കാൻ പെൻഡിങ്ങിലാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ എനിക്ക് ടോപ്പിക് അയച്ചുന്നവരുണ്ടാവും. നിങ്ങളുടെ മെസ്സേജ് കാണാഞ്ഞിട്ടോ മൈൻഡ് ചെയ്യാഞ്ഞിട്ടോ അല്ല, പ്ലസ് വൺ എക്സാം അടുത്ത വീക്കിൽ നടക്കാനുണ്ടല്ലോ എന്നത് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ പ്ലസ് വൺ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, കാർബോകാറ്റയോണിൽ നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് കാർബാനിയോൺ, നെക്സ്റ്റ് കാർബൺ ഫ്രീ റാഡിക്കൽ ചെക്ക് ചെയ്യാം. കാർബോകാറ്റയോൺ, വാട്ട് ഈസ് കാർബോകാറ്റയോൺ? കാർബൺ കാറ്റയോണായി മാറുക. കാർബൺ കാറ്റയോണായി മാറി. കാറ്റയോണിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് കാർബണിന് പോസിറ്റീവ് ചാർജ് വരിക എന്നത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്താണ് മക്കളെ ഈ പോസിറ്റീവ് ചാർജ്? ഒരു ആറ്റത്തിന്റെ മനസ്സിലേക്ക് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഒരു നഷ്ടത്തിന്റെ ബോധമാണ്. അയാളുടെ വാലൻസിയിൽ 1 നഷ്ടപ്പെട്ടു എന്നൊരു വികാരം അയാൾ എക്സ്പ്രസ് ചെയ്തതാണ് പോസിറ്റീവ് ചാർജ്. അപ്പൊ 4 വാലൻസി നോർമലി ഉള്ള കാർബണിൽ 1 നഷ്ടപ്പെട്ട് 3 സങ്കടമാണ് അയാൾ ആ പോസിറ്റീവ് ചാർജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനിവിടെ എഴുതി, കാർബണിന്റെ സാധാരണ എഴുതാറുള്ള വാലൻസി 4 ആണെങ്കിൽ ഇവിടെ 3 ഉള്ളൂ. ഓൾസോ ഒരു വാലൻസി നഷ്ടപ്പെട്ടത് കൊണ്ട് അയാൾക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ദിസ് ഈസ് ബേസിക് സ്ട്രക്ചർ ഓഫ് കാർബോകാറ്റയോൺ. ഈ സ്ട്രക്ചറിനെ കുറിച്ച് വിശദമായി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 3 ലോൺ പെയറും നോ ലോൺ പെയറും, 3 ബോണ്ട് പെയർ, നോ ലോൺ പെയർ. Therefore, the structure according to VSCPR theory, അറിയാമെങ്കിൽ ആലോചിക്കുക, അറിയില്ലെങ്കിൽ ഇതായിട്ട് പഠിക്കുക. ട്രയഗണൽ പ്ലനാർ. ട്രയഗണൽ പ്ലനാർ, 3 ബോണ്ട് പെയറും നോ ലോൺ പെയറും. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ ഈസ് sp2 ഹൈബ്രിഡൈസേഷൻ ആൻഡ് ട്രയഗണൽ പ്ലനാർ. കഴിഞ്ഞു. ഇനി ഞാൻ ഇതിന്റെ റൈറ്റിനെ കുറിച്ച്, പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡറിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. മക്കളെ, നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ 2 വിധത്തിലുണ്ട്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഒരു കാർബോകാറ്റയോണിന്റെ ഏതെങ്കിലും ഒരു വാലൻസിയിൽ വന്ന് അറ്റാച്ച് ചെയ്താൽ ആ കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കൂടുമോ കുറയുമോ എന്നതാണ് അടുത്ത ചർച്ച. അപ്പൊ ഒന്ന് മനസ്സിരുത്തി അകത്തേക്ക് ഇറങ്ങി ചിന്തിക്കൂ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അയാൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ റെഡിയാണ്. അയാൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാർബോകാറ്റയോണിലേക്ക് അയാൾ ഇലക്ട്രോണിനെ കൊടുക്കാൻ അയാൾ സന്നദ്ധമാണ്, അയാൾ റെഡിയാണ്. മക്കളെ, കാർബണിന് ഒരു വിഷമം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കാർബണിന് എന്താ വിഷമം? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട വിഷമമാണ്. ആ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട വിഷമിച്ചിരിക്കുന്ന കാർബണിന്റെ അടുത്ത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നിട്ട് അയാളുടെ കയ്യിലുള്ള കുറച്ച് ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുത്താൽ അത് കാർബണിന് ഒരു സമാധാനമായിരിക്കും. കാർബണിന്റെ സമാധാനത്തെ കെമിസ്ട്രിയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെബിലിറ്റി. Therefore, stability increases. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളാണ്. കാർബണിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള ആളാണ്. എന്താ കാർബണിന്റെ പ്രശ്നം? പോസിറ്റീവ് ചാർജാണ് കാർബണിന്റെ പ്രശ്നം. ബേസിക് ആയിട്ട് ഞാൻ ചോദിക്കുകയാണെ, കാർബണിന് പോസിറ്റീവ് ചാർജ് ഇഷ്ടമാണോ അല്ലയോ? കാർബണിന് പോസിറ്റീവ് ചാർജ് ഇഷ്ടമല്ല. അപ്പൊ ചില വിദ്യാർത്ഥികൾ ചിന്തിക്കും, അപ്പൊ കാർബണിൽ നിന്ന് നെഗറ്റീവ് ചാർജ് ഇഷ്ടമായിരിക്കും. അല്ല, കാർബണിന് ഒരു ചാർജും ഇഷ്ടമല്ല. കാർബണിന് ന്യൂട്രൽ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം.
അപ്പൊ പോസിറ്റീവ് ചാർജ് ഇഷ്ടമല്ല. ഇനി ഞാൻ കാർബാനിയോൺ വരുമ്പോൾ ഞാൻ ചോദിക്കും കാർബണിന്റെ നെഗറ്റീവ് ചാർജ് ഇഷ്ടമാണോ? അല്ല, അതും ഇഷ്ടമല്ല. അപ്പൊ കാർബണിന്റെ തലയിൽ വന്നിട്ടുള്ള ചാർജ് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ അതൊന്നും ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്നാണ് കാർബൺ ആലോചിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ ഒരു ഇലക്ട്രോണിനെ എവിടെന്നെങ്കിലും കിട്ടാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് കാർബോകാറ്റയോൺ. ആ ഇലക്ട്രോണിനെ കൊടുക്കാൻ തയ്യാറുള്ള ഒരാൾ വന്നാൽ കാർബോകാറ്റയോണിന് ഒരു സമാധാനമാണ്. ആ സമാധാനത്തിന്റെ സെന്റൻസ് ആണ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ഇൻക്രീസസ്. നെക്സ്റ്റ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയ കാർബണിന്റെ അവസ്ഥ. കാർബൺ ഓൾറെഡി ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എവിടെ പോയാണോ അറ്റാച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കുന്നതാണ്. അയാളുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറക്കുന്ന ആളാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുന്ന കാർബണിന്റെ അടുത്ത് വന്നിട്ട് ഇയാൾ വീണ്ടും ഇലക്ട്രോണിനെ പിടിച്ചുകൊണ്ടായാൽ കാർബണിന് അത് ഇഷ്ടപ്പെടുമോ? കാർബണിന്റെ മനസ്സമാധാനം ഒന്നുകൂടി കുറയും. ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഡിക്രീസസ്. സ്റ്റെബിലിറ്റി ഡിക്രീസസ്. അപ്പൊ കഴിഞ്ഞു. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ കാർബോകാറ്റയോൺ ആൻഡ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസസ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ കാർബോകാറ്റയോൺ. ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് ടൈപ്സ് ഓഫ് കാർബോകാറ്റയോൺ. ടൈപ്സ് ഓഫ് കാർബോകാറ്റയോൺ. 4 ടൈപ്പ് കാർബോകാറ്റയോണിനെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, മീഥൈൽ കാർബോകാറ്റയോൺ. മീഥൈൽ കാർബോകാറ്റയോൺ. മീഥൈൽ കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഒരു CH3+ എന്ന് മാത്രം വരില്ല. കാർബണിന് 3 വാലൻസി ആണല്ലോ. ആ 3 വാലൻസി ഹൈഡ്രജൻ ആണ്. കാർബണിന്റെ പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ ബാക്കി 3 വാലൻസി 3 ഹൈഡ്രജൻ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മീഥൈൽ കാർബോകാറ്റയോൺ. സെക്കൻഡ് വൺ, പ്രൈമറി കാർബോകാറ്റയോൺ. വാട്ട് ഈസ് പ്രൈമറി കാർബോകാറ്റയോൺ? ഒരു കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അപ്പൊ അയാൾ കാർബോകാറ്റയോൺ ആയി. പ്രൈമറി ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെ ഒരു കാർബണുമായിട്ട് ലിങ്ക് ഉണ്ട് എന്ന്. അപ്പൊ ഒരു CH3 ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ഉള്ള കാർബോകാറ്റയോൺ. അപ്പൊ അയാളുടെ വാലൻസി ബാക്കിയുള്ള 2 കംപ്ലീറ്റ് ചെയ്യാൻ CH2+. തേർഡ് വൺ, സെക്കൻഡറി കാർബോകാറ്റയോൺ. ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, therefore it is called carbocation and it became secondary because it has relation with 2 carbon atoms. 2 കാർബൺ ആറ്റം. അപ്പൊ ഇതിന്റെയൊക്കെ വാലൻസി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇത് നോർമൽ കാർബൺ ആണ് CH3, ഇത് നോർമൽ കാർബൺ ആണ് CH3. ഇത് കാർബോകാറ്റയോൺ ആണ്. 3 വാലൻസിയേ ഉള്ളൂ. 2 കംപ്ലീറ്റ് ആയി, ബാക്കി ഒന്നേ ഉള്ളൂ. ആ 1 ഹൈഡ്രജൻ. ദിസ് ഇസ് സെക്കൻഡറി കാർബോകാറ്റയോൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടെർഷ്യറി കാർബോകാറ്റയോൺ. ടെർഷ്യറി ഇതേപോലെ തന്നെ ഒരു കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ആ കാർബണിന് 3 കാർബണുകളുമായി ബന്ധവുമുണ്ട്. അപ്പൊ അയാൾക്ക് 3 വാലൻസിയും 3 കാർബണായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇനി അതിൽ വേറെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ഇതാണ് 4 ടൈപ്സ് ഓഫ് കാർബോകാറ്റയോൺ. ബെൻസൈൽ ആൻഡ് അലൈൽ കാർബോകാറ്റയോൺസ് ഒക്കെ വേറെ ഉണ്ട്, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഇവിടെ പരാമർശിക്കുന്നില്ല. എന്റെ ചോദ്യം, ഇതിൽ ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ? മീഥൈലിനാണോ, പ്രൈമറിക്കാണോ, സെക്കൻഡറിക്കാണോ, ടെർഷ്യറിക്കാണോ സ്റ്റെബിലിറ്റി കൂടുതൽ? മക്കൾ, അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ CH3 ഗ്രൂപ്പിന്റെ വിശേഷമാണ്. CH3 എന്ന് പറയുന്ന ഗ്രൂപ്പാണല്ലോ ഇവിടെയൊക്കെ വന്ന് അറ്റാച്ച് ചെയ്ത അയാളെ പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറിയും ഒക്കെ ആക്കി മാറ്റിയത്. ആ CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണോ വിഡ്രോയിങ് ആണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ആ CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അക്കോർഡിംഗ് ടു +I എഫക്ട്, ഇൻഡക്റ്റീവ് എഫക്ട് പ്രകാരം ഇറ്റ് ഈസ് ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്ട് പ്രകാരം ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ CH3 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളാണ്. ഇതേ കൊടുക്കുകയാണ്. ഈ CH3 ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ 2 CH3 ഉള്ളതുകൊണ്ട് 2 ഭാഗത്തുനിന്ന് ഇലക്ട്രോണിനെ കൊടുത്തു. ഇവിടെ 3 CH3 ഉള്ളതുകൊണ്ട് 3 ഭാഗത്തുനിന്നും CH3 ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിനെ കിട്ടുക എന്നത് കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കൂട്ടി പോകും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മീഥൈലിന് ഒരു വിഷമമുണ്ട്, പോസിറ്റീവ് ചാർജ്. അത് സമാധാനിപ്പിക്കാൻ ഒരു CH3 പോലും അയാളുടെ കൂടെ ഇല്ല. പ്രൈമറിയുടെ കൂടെ ഒരാളുണ്ട്, സെക്കൻഡറിയുടെ കൂടെ 2 ആളുണ്ട്, ടെർഷ്യറിയുടെ കൂടെ 3 ആളുണ്ട്. Therefore, order of stability ആരാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ? ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഇവിടെ ടെർഷ്യറിയാണ്. കാര്യം അയാൾക്ക് സമാധാനിപ്പിക്കാൻ 3 ആൾ കൂടെ ഉണ്ട്. പിന്നെ സെക്കൻഡറിയാണ്, പിന്നെ പ്രൈമറിയാണ്. ലീസ്റ്റ് സ്റ്റേബിൾ മീഥൈൽ കാർബോകാറ്റയോൺ. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ കാർബോകാറ്റയോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. രണ്ടാമത്തെ ആള് കാർബാനിയോൺ. കാർബാനിയോൺ വളരെ സിമ്പിൾ ആയിട്ട് കാർബോകാറ്റയോൺ പഠിച്ച് നമുക്ക് കാർബാനിയോൺ വളരെ സിമ്പിൾ ആയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. കാർബൺ ആനയോൺ ആവുക. കാർബണിന് ആനയോൺ ആവണമെങ്കിൽ കാർബണിന് ഒരു നെഗറ്റീവ് ചാർജ് വരണം. നെഗറ്റീവ് ചാർജ്, വാട്ട് ഈസ് നെഗറ്റീവ് ചാർജ്? നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഇലക്ട്രോണിന്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ വന്നു എന്നാണ് അർത്ഥം. അപ്പൊ എങ്ങനെയാണ് കാർബണിന്റെ എക്സ്ട്രാ വന്ന ഇലക്ട്രോൺസ് എന്ന് ഞാൻ കാണിച്ചു തരാം. കാർബണിന് നോർമലി 4 വാലൻസിയാണ്. ഒന്നുകൂടി എക്സ്ട്രാ വന്നപ്പോൾ അത് 5 എണ്ണമായി. ആ 5 എണ്ണം എങ്ങനെ കിടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആ 5 എണ്ണത്തിൽ 3 എണ്ണം ഇങ്ങനെ ബോണ്ട് പെയർ ആയിട്ട് കിടക്കും. 3 എണ്ണം ബോണ്ട് ഉണ്ടാകും. ബാക്കി 5 എണ്ണത്തിൽ ബാക്കി 2 എണ്ണം ഇല്ലേ, ആ 2 എണ്ണം ലോൺ പെയർ ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പൊ ടോട്ടൽ 4 എണ്ണം വേണ്ട സ്ഥലത്ത് 5 എണ്ണം ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ, അതുകൊണ്ട് നെഗറ്റീവ് ചാർജും അയാളുടെ തലക്ക് മുകളിൽ കാണും. ഇതാണ് കാർബാനിയോണിന്റെ ബേസിക് സ്ട്രക്ചർ.
അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. 3 ബോണ്ട് പെയർ ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. അക്കോർഡിംഗ് ടു VSEPR തിയറി 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്ട്രക്ചർ ട്രയഗണൽ പിരമിഡൽ സ്ട്രക്ചർ ആണ്. ആൻഡ് ദ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3. ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഒരു കാർബാനിയോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കാർബണിന് നെഗറ്റീവ് ചാർജ് ഇഷ്ടമല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും, ഡൊണേഷൻ കൊടുക്കുന്ന ആളാണ്. അയാൾ ഓൾറെഡി ഇവിടെ ഒരു ഇലക്ട്രോണിനെ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു ഇലക്ട്രോണിനും കൂടി ഇയാൾ വന്നു കൊണ്ടുവന്നാൽ അയാൾക്ക് നെഗറ്റീവ് ചാർജ് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് കാർബാനിയോൺ അയാൾക്ക് നെഗറ്റീവ് ചാർജ് ഇഷ്ടമല്ല. ഇനി അതിലേക്കാണ് ഒരു ഇലക്ട്രോണിനും കൂടി ഇതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അയാളുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഡിക്രീസസ്. ഓൾറെഡി നെഗറ്റീവ് ചാർജ് ആണ്, ഇനി ഒരു നെഗറ്റീവ് ചാർജിനെ താങ്ങൂല, സ്റ്റെബിലിറ്റി ഡിക്രീസസ്. ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്, ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇലക്ട്രോൺ കൊണ്ട് വലിച്ചോളും. അപ്പൊ കാർബണിന്റെ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടോളും. എന്താ കാർബണിന്റെ പ്രശ്നം? ഇലക്ട്രോൺ കൂടുതലാണെന്നുള്ളതാ പ്രശ്നം. അപ്പൊ അതൊരു പരിധി വരെ പരിഹരിക്കപ്പെട്ടാൽ അയാൾക്കൊരു സമാധാനമാകും. ആ സമാധാനത്തെ നമ്മൾ കെമിസ്ട്രിയിൽ വിളിക്കുന്ന പേരാണ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിത്രം വരയ്ക്കാം, വെറുതെ ഒന്ന് വരച്ചിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ മീഥൈൽ കാർബാനിയോൺ. ചിത്രം വരയ്ക്കാം. CH3 എന്നെഴുതി, ഒരു ലോൺ പെയർ എഴുതി, നെഗറ്റീവ് ചാർജ് എഴുതി. 2 പ്രൈമറി കാർബാനിയോൺ. പ്രൈമറി എന്ന് പറഞ്ഞാൽ CH3 എന്ന് പറയുന്ന ഒരു ലിങ്ക്, പിന്നെ CH2 ഒരു ലോൺ പെയർ, ഒരു നെഗറ്റീവ് ചാർജ്. തേർഡ് വൺ CH3 ലോൺ പെയർ, നെഗറ്റീവ് ചാർജ്. ഫോർത്ത് വൺ CH3 സിംഗിൾ ബോണ്ട് CH3 ലോൺ പെയർ, നെഗറ്റീവ് ചാർജ്. ദിസ് ഇസ് മീഥൈൽ കാർബാനിയോൺ, ദിസ് ഇസ് പ്രൈമറി കാർബാനിയോൺ, ദിസ് ഇസ് സെക്കൻഡറി കാർബാനിയോൺ, ദിസ് ഇസ് ടെർഷ്യറി കാർബാനിയോൺ. നേരത്തെ പറഞ്ഞ സെയിം കഥകളൊക്കെ തന്നെ, കാർബോകാറ്റോണിന്റെ സെയിം കഥകളൊക്കെ തന്നെ. നമുക്ക് ഇതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഒന്ന് നോക്കാം. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ, സ്റ്റെബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. സ്റ്റെബിലിറ്റി ഇവിടെ CH3 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നു. ഈ എല്ലാ CH3 ഗ്രൂപ്പും ഇയാളിലേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സ്റ്റെബിലിറ്റി കുറയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. അപ്പൊ ആരായിരിക്കും മോർ സ്റ്റേബിൾ? ഒരു ഇലക്ട്രോണും കൊടുക്കാനൊന്നും ഇല്ലാത്ത ഇദ്ദേഹമായിരിക്കും മോർ സ്റ്റേബിൾ. അപ്പൊ CH3 ലോൺ പെയർ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള മീഥൈൽ കാർബാനിയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി, ദാൻ സെക്കൻഡറി, ദാൻ ടെർഷ്യറി. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർത്തത്. കാർബോകാറ്റോണിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. ഒരാൾ കൂടെ നമുക്ക് ബാക്കിയുള്ളൂ, കാർബൺ ഫ്രീ റാഡിക്കൽ. അടുത്തായിട്ട് നമുക്ക് കാർബൺ ഫ്രീ റാഡിക്കലിനെ നോക്കാം. കാർബൺ ഇന്റർമീഡിയറ്റ്സിന്റെ കൂട്ടത്തിലെ അവസാനത്തെ ആളാണ് കാർബൺ ഫ്രീ റാഡിക്കൽ. നേരത്തെ പറഞ്ഞ കാർബോകാറ്റോണിന് ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞ കാർബാനിയോണിന് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആയിരുന്നു. ഇപ്പൊ പറയുന്ന കാർബൺ ഫ്രീ റാഡിക്കലിന് ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, കൂടുതലോ കുറവോ ഇല്ല. 4 ജനിച്ചപ്പോ കാർബണിന്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, അതിപ്പോഴും അങ്ങനെ തന്നെ, മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ എന്താ ഇയാളെ കാർബൺ ഫ്രീ റാഡിക്കൽ എന്ന് വിളിക്കാൻ കഴിയും? അതിനൊരു കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ കാർബണിന്റെ 4 വാലൻസിയിൽ 3 മാത്രമേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുള്ളൂ. ഒരാള് ഓഡ് ഇലക്ട്രോൺ ആയിട്ട് അവിടെ കിടക്കും, 1 ഓഡ് ഇലക്ട്രോൺ. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ ഒന്ന് എണ്ണി നോക്കി. 1 2 3 4 നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓക്കെയാണ്, കൂടുതലോ കുറവോ ഇല്ല. ഇതിൽ ആരൊക്കെയുണ്ട്? 3 ബോണ്ട് പെയർ ഉണ്ട്, പിന്നെ ഒരു ഓഡ് ഇലക്ട്രോണും ഉണ്ട്. 3 ബോണ്ട് പെയറും ഒരു ഓഡ് ഇലക്ട്രോണും വന്നാൽ ഇയാളുടെ സ്ട്രക്ചർ ട്രയഗണൽ പിരമിഡൽ ആൻഡ് ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ sp3. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. കാർബാനിയോണിന് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് കാർബൺ ഫ്രീ റാഡിക്കലിന്റെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും. അപ്പൊ കാർബൺ ഫ്രീ റാഡിക്കൽ എളുപ്പത്തിൽ പഠിക്കാൻ വല്ല മെത്തേഡും ഉണ്ടോ? ഉണ്ട്. കാർബൺ ഫ്രീ റാഡിക്കലിന്റെ സ്ട്രക്ചർ ആൻഡ് ഹൈബ്രിഡൈസേഷൻ കാർബാനിയോണിന് ഈക്വൽ ആണ്. ബാക്കിയുള്ള കഥ മുഴുവനും കാർബോകാറ്റോണിനും ഈക്വൽ ആണ്. അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ കാർബോകാറ്റോണിന് എങ്ങനെയായിരുന്നു അത് മാത്രം പഠിച്ചാൽ മതി. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ stability increases, electron withdrawing group വന്നാൽ stability decreases. Then order of stability കഴിഞ്ഞു, പരിപാടി തീർന്നു. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയായിരുന്നു? നമുക്ക് 4 ടൈപ്പാണുള്ളത്. മീഥൈൽ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. എങ്ങനെയാണോ കാർബോകാറ്റോൺ അങ്ങനെ തന്നെ, ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ കാർബോകാറ്റോണിന്റെ ഓർഡറിൽ ആരായിരുന്നു ഏറ്റവും സ്റ്റേബിൾ? ടെർഷ്യറി ആണ് ഏറ്റവും സ്റ്റേബിൾ. ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, ഗ്രേറ്റർ ദാൻ പ്രൈമറി, ഗ്രേറ്റർ ദാൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളാണ് CH3 ഡോട്ടർ എന്ന് പറഞ്ഞാൽ മീഥൈൽ ഫ്രീ റാഡിക്കൽ.
നമ്മുടെ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സുമായി ബന്ധപ്പെട്ട ചർച്ച ഇവിടെ തീരുകയാണ്. അപ്പൊ 3 റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സിന്റെയും സ്ട്രക്ചർ പഠിച്ചു, ഹൈബ്രിഡൈസേഷൻ പഠിച്ചു, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അപ്രോച്ച് ചെയ്താലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അപ്രോച്ച് ചെയ്താലുമുള്ള സ്റ്റെബിലിറ്റിയുടെ ഡിഫറൻസ് പഠിച്ചു, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, മീഥൈൽ എന്നുള്ള ടൈപ്സ് പഠിച്ചു. ഇൻ എമംഗ് ദീസ് ടൈപ്സ് ഏതാണ് കൂടുതൽ സ്റ്റേബിൾ എന്നുള്ള ഓർഡറും പഠിച്ചു. ദാറ്റ്സ് ഓൾ അബൌട്ട് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ഇൻ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് +1. +1ൽ ഇത്രയും നോക്കാനുള്ളൂ. നമുക്കതിന്റെ അഡ്വാൻസ്ഡ് ലെവൽ നമ്മളെ +1ന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.